IPL ലാസ്റ്റ് ലാപ്പിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ മറ്റൊരു ടെസ്റ്റ് കാണുകയാണോ? എതിരാളികളില്ലാതെ ഇൻവിൻസിബിളായി കുതിച്ച പഞ്ചാബ് ഇതാ തുടർച്ചയായി 3 മത്സരങ്ങൾ തോറ്റിരിക്കുന്നു. എന്നാൽ തോറ്റു തുടങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആകട്ടെ പുതിയ സൂര്യോദയം സൃഷ്ടിക്കുന്നു. ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ 264 റൺസിന്റെ ഭീമൻ ടോട്ടൽ പഞ്ചാബ് കിങ്സ് പൂ പറിക്കുന്ന ലാഘവത്തോടെ മറികടന്നിട്ട് അത്ര കാലമായിട്ടില്ല. ഏതൊരു ക്രിക്കറ്റ് ആരാധകനും ഞെട്ടലോടെ വീക്ഷിച്ചൊരു മത്സരമായിരുന്നത്. IPLലെ തന്നെ റെക്കോർഡ് റൺചേസ്. അതൊരു ഒറ്റപ്പെട്ട പെർഫോമൻസ് മാത്രമായി കാണാനാകില്ല. 200+ ടോട്ടൽ മറികടന്നവരിൽ മറ്റേതൊരു ടീമിനേക്കാളും ബഹുദൂരം മുന്നിലാണ് ശ്രേയസും സംഘവും. ചേസ് മാസ്റ്റർ തങ്ങളാണെന്ന് ഈ സീസണിൽ പോലും അവർ പലകുറി തെളിയിക്കുകയും ചെയ്തതാണ്. ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 236 റൺസ് തേടിയിറങ്ങുന്ന നേരവും പഞ്ചാബിനത് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തായിരുന്നു. ഇതേ സീസണിൽ നേരത്തെ സ്വന്തം തട്ടകത്തിൽ ഇതേ ഓറഞ്ച് ആർമിക്കെതിരെ 219 റൺസ് പിന്തുടർന്ന് ജയിച്ചതും അവരുടെ ആത്മവിശ്വാസത്തിന് കാരണമായി. എന്നാൽ റിവഞ്ച് വീക്കിലേക്ക് വരുമ്പോൾ ഇരു ടീമുകളെയും വ്യത്യസ്തമാക്കുന്ന ഒരാളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്നലെ കളിയുടെ ഗതി മാറ്റിയ ഹൈദരാബാദ് നായകൻ പാറ്റ് കമ്മിൻസ്. ബൗളിങ്ങിലും ക്യാപ്റ്റൻസിയിലും അയാളുടെ ചാണക്യതന്ത്രത്തിൽ നേടിയെടുത്ത മറ്റൊരു വിജയം കൂടി. പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രാൻ സിംഗ് ഈ സീസണിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ഓപ്പണിംഗ് ജോഡി. പഞ്ചാബിന് ചേസിംഗിലേക്കുള്ള വിജയപാതയൊരുക്കുന്നവരിലെ പ്രധാനികൾ. രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലെ ബാറ്റിംഗ് ട്രാക്കിൽ പവർ പ്ലേ ഓവറുകളിൽ വലിയ സ്കോർ പടുത്തുയർത്തണം. പരിശീലകൻ റിക്കി പോണ്ടിങ് ഇരുവർക്കും നൽകിയ സന്ദേശം കൃത്യമായിരുന്നു. എന്നാൽ ബൗളിംഗ് എൻഡിലുള്ള പാറ്റ് കമ്മിൻസിലും പ്ലാനുകൾ ഉണ്ടായിരുന്നുവെന്ന് അവർ മറന്നുപോയി. ആദ്യ 4 പന്തുകളിൽ പഞ്ചാബിന് നേടാനായത് 4 റൺസ് മാത്രം. പ്രിയാൻഷ് ആര്യക്കെതിരെ 5-ാം പന്തിൽ 147 കിലോമീറ്റർ വേഗതയിലൊരു ബൗൺസർ, നോ റൺ. ഇതോടെ അവസാന പന്തിൽ പഞ്ചാബ് ഓപ്പണർ വലിയ ഷോട്ടിന് ശ്രമിക്കുമെന്ന് മനസ്സിലാക്കിയ കമ്മിൻസ് ഫീൽഡിങ്ങിൽ ചില സുപ്രധാന നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. തേർഡ് മാനെ ഡീപ് സ്ക്വയർ ലെഗിലേക്ക് വിന്യസിച്ചു. ഫീൽഡ് മനസ്സിലാക്കി എക്സിക്യൂട്ട് ചെയ്തത് കൃത്യമായൊരു സ്ലോ ബൗൺസറായിരുന്നു. ആ കെണിയിൽ പ്രിയാൻഷ് ആര്യ വീണു. ഇഷാൻ മലിംഗയുടെ കൈകളിൽ പഞ്ചാബ് യുവതാരത്തിൻ്റെ പോരാട്ടം അവസാനിക്കുന്നതാണ് കണ്ടത്. ക്യാപ്റ്റൻ കമ്മിൻസിലൂടെ SRHന് ഡ്രീം സ്റ്റാർട്ട്. സ്പെഷ്യലിസ്റ്റ് പേസർമാരുണ്ടായിട്ടും 2-ാം ഓവർ എറിയാനായി കമ്മിൻസ് പന്തേൽപ്പിച്ചത് നിതീഷ് കുമാർ റെഡ്ഡിയെയാണ്. ആദ്യ പന്തിൽ തന്നെ വലിയ ഷോട്ടിന് ശ്രമിച്ച പ്രഭ്സിമ്രാൻ പക്ഷേ തെറ്റി. നേരെ കമ്മിൻസിൻ്റെ കൈകളിൽ. ബാക്ക് ടു ബാക്ക് വിക്കറ്റുകൾ. ഇഷാൻ മലിംഗയുടെ ഓവറിൽ ശ്രേയസ് അയ്യർ കൂടി മടങ്ങിയതോടെ പഞ്ചാബ് വലിയ തിരിച്ചടിയിലേക്ക്. മികച്ച ബാറ്റിംഗ് ട്രാക്കായിട്ടും കൃത്യമായ ബൗളിംഗ് ചേഞ്ചുകളുമായി കളം പിടിക്കുന്ന ഹൈദരാബാദിനെയാണ് ഇന്നലെ മത്സരത്തിൽ കണ്ടത്. എന്നാൽ കൂപ്പർ കണോളിയും മാർക്കസ് സ്റ്റോയിനിസും ചേർന്ന് മിഷൻ തുടങ്ങി. ഒടുവിൽ പവർ പ്ലേക്ക് ശേഷമുള്ള ആദ്യ ഓവറിൽ സ്പിന്നർ ശിവാംകുമാർ സ്റ്റോയിനിസിനെയും മടക്കുകയാണ്. മധ്യ ഓവറുകളിൽ കൂപ്പർ കണോളി സൂര്യൻ സഖ്യം പതിയെ പഞ്ചാബിനെ കളിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ പിന്നെയും ശ്രമിച്ചു. സ്പിൻ ബൗളർമാരെ ടാർഗറ്റ് ചെയ്യാനായിരുന്നു പഞ്ചാബ് ബാറ്റർമാരുടെ തീരുമാനം. ഹർഷ് ദുബെ എറിഞ്ഞ 10-ാം ഓവറിൽ പിറന്നത് 17 റൺസ്. ശിവാങ്ങിൻ്റെ അടുത്ത ഓവറിൽ പിറന്നതോ 18 റൺസ്. റെക്കോർഡ് റൺ റേറ്റ് 14-ലെത്തി. കളി എങ്ങോട്ട് വേണമെങ്കിലും തിരിയാവുന്ന സാഹചര്യം. പക്ഷേ കമ്മിൻസ് വീണ്ടും ബൗളിംഗ് ദൗത്യം ഏറ്റെടുക്കുകയാണ്. മറ്റൊരു സ്ലോ ബൗൺസർ. ഇത്തവണ വീണത് മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തിരുന്ന ഷഡ്ജെ. കളിയിൽ സൺറൈസേഴ്സിൻ്റെ നിർണായകമായ ബ്രേക്ക് ത്രൂ. പിന്നീടൊരു തിരിച്ചുവരവിന് പഞ്ചാബിന് അവസരമുണ്ടായിരുന്നില്ല. ക്യാച്ചസ് വിൻ മാച്ചസ്. പോയ മത്സരത്തിൽ നഷ്ടപ്പെടുത്തിയ ക്യാച്ചുകളെ ഓർത്ത് പഞ്ചാബ് താരങ്ങൾ ഇപ്പോൾ പരിതപിക്കുന്നുണ്ടാകും. 3 ക്യാച്ചുകളും ഒരു സ്റ്റെമ്പിങ്ങുമാണ് ഇന്നലെ പഞ്ചാബ് താരങ്ങൾ നഷ്ടപ്പെടുത്തിയത്. കിട്ടിയ ലൈഫ് മുതലെടുത്ത് ക്ലാസിനും ഇഷാൻ കിഷനും തകർത്തടിച്ചതോടെ ടീം ടോട്ടൽ 235-ലെത്തിക്കാൻ ഹൈദരാബാദിനായി. ക്യാച്ച് എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷേ 200-ൽ ഹൈദരാബാദ് ഒതുങ്ങാനുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നത്. മത്സരശേഷം നടത്തിയ പ്രതികരണത്തിൽ തോൽവിയുടെ പ്രധാന കാരണമായി ശ്രേയസ് ചൂണ്ടിക്കാട്ടിയതും ഫീൽഡ് മിസ്റ്റേക്കുകൾ തന്നെയായിരുന്നു. പഞ്ചാബ് നിരയിൽ ക്യാച്ചിൽ ഏറ്റവും മോശം റെക്കോർഡുള്ള താരം ശശാങ്ക് സിംഗ് തന്നെ. ഇന്നലെ ഡ്രോപ്പ് ചെയ്തതിലുൾപ്പെടെ ഇതുവരെ 6 ക്യാച്ചുകളാണ് ശശാങ്ക് മാത്രം വിട്ടുകളഞ്ഞത്. ഇത് പിന്നീട് മറ്റു താരങ്ങളിലേക്കും പടരുന്നതാണ് കണ്ടത്. സീസൺ തുടക്കത്തിലുണ്ടായിരുന്ന മൊമെൻറ്റം പഞ്ചാബിന് നഷ്ടമായതിനു പിന്നിലും ഫീൽഡിങ്ങിലെ പ്രശ്നങ്ങളുണ്ട്. ഒരു വേള ഫൈറ്റിംഗ് സ്പിരിറ്റിലായിരുന്ന സംഘം മൈതാനത്ത് പരാജിതരുടെ ബോഡി ലാംഗ്വേജിലേക്ക് മാറുന്ന സാഹചര്യവും നാം കാണുന്നു. രാജസ്ഥാൻ, ഗുജറാത്ത്. ഇപ്പോൾ ഇതാ സൺറൈസേഴ്സിനോടും തോൽവി. ഒരു വേള അൺബീറ്റണായി പോയിരുന്ന പഞ്ചാബിന് നേരിടേണ്ടി വന്നത് തുടർച്ചയായ 3 തോൽവികൾ. ബൗളിങ്ങിലും ബാറ്റിങ്ങിലും പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. മധ്യനിരയിൽ ശ്രേയസ് കളിച്ചില്ലെങ്കിൽ ടീം തോൽക്കുമെന്ന സ്ഥിതി. ഹർഷദീപ് സിംഗും പലപ്പോഴും നിറം മങ്ങുന്ന സാഹചര്യം. പ്രതികൂല ഘട്ടത്തിലും ടോപ്പ് ഓർഡറിൽ കൂപ്പർ കണോലിയുടെ ഫോം പഞ്ചാബിന് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിച്ച് ഡൽഹിക്കെതിരായ അടുത്ത മത്സരത്തിൽ സ്ട്രോങ് കംബാക്ക് തന്നെയാണ് പഞ്ചാബും ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ അഥവാ ട്രാവിഷേക് സഖ്യം കരുത്താർജിച്ചത് ഹൈദരാബാദിന് വലിയ കോൺഫിഡൻസ് ആണ് നൽകുന്നത്. 2024 സീസണിലെ ചില മിന്നലാട്ടങ്ങൾ ഇരുവരും ഇതിനകം കാണിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ക്ലാസൻ്റെയും ഇഷാൻ കിഷൻ്റെയും ഫോമും വലിയ ടോട്ടൽ പടുത്തുയർത്താൻ ടീമിനെ സഹായിക്കുന്നു. കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായി നിതീഷ് കുമാർ റെഡ്ഡി ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടീം ബാലൻസ് നിലനിർത്തുന്നതിനും സഹായകരമാകുന്നു.
പാറ്റ് കമ്മിൻസിന്റെ വരവോടെ ബൗളിംഗും സ്ട്രോങ് തന്നെ. കമ്മിൻസിനോടൊപ്പം ശ്രീലങ്കൻ പേസർ ഇഷാൻ മലിംഗ കൂടി ചേരുന്നതോടെ ഏത് പിച്ചിലും അത്ഭുതം തീർക്കാൻ ഹൈദരാബാദിനാകുമെന്ന് അവർ തെളിയിക്കുന്നു. IPL അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ വിജയസമവാക്യങ്ങൾ മാറി മറിയുന്നതാണ് കാണുന്നത്. പഞ്ചാബിനെ തോൽപ്പിച്ചതോടെ പോയിന്റ് ടേബിളിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 1ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനിയുള്ള ഓരോ മത്സരവും സ്ഥാനചലനങ്ങൾക്കും പുതിയ മാറ്റങ്ങൾക്കും കാരണമാകുമെന്ന കാര്യം തീർച്ചയാണ്. ടോപ്പ് 2 ഇനി കനത്ത പോരാട്ടം തന്നെ നടക്കും, ഉറപ്പ്.